സഹോദരിമാരെ, ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. രോഗമായാൽ സന്ദർശിക്കണം, അതുപോലെ തന്നെ മരിച്ചാൽ അവിടെ കൂടണം, തഅസിയത്തിൽ പങ്കെടുക്കണം. ഇതൊക്കെ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ അയൽവാസികൾ പരസ്പരം ചെയ്യേണ്ടത് വിശ്വാസപരമായ കുഴപ്പമില്ലെങ്കിലാണ്. വിശ്വാസപരമായി കുഴപ്പമുള്ള ഒരു അയൽവാസിയാണ്, അഥവാ ഒരു മുജാഹിദുകാരനാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, അതല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി പിന്തിരിപ്പിച്ച് ബിദ്അത്തിലേക്ക്, വഹാബീസത്തിലേക്ക്, ജമാഅത്തീസത്തിലേക്ക്, അതുപോലെ തന്നെ മൗദീദീസത്തിലേക്ക് എത്തിക്കുന്ന, അതിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ, ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പ്രവർത്തിക്കുന്ന തബ്ലീഗുകാരൻ കാണാൻ നല്ല ഭംഗിയാണ്. വെള്ള കുപ്പായം, മുട്ടുവരെ എത്തിയ കുപ്പായം, ഷർട്ട്, ഞെരിയാണിയുടെ മുകളിൽ പൊക്കിയുടുത്ത തുണി. പക്ഷേ ഇത്രത്തോളം ബിദ്അത്തിലേക്ക് ജനങ്ങളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന മറ്റൊരു സംഘടനയില്ല. ഒരർത്ഥത്തിൽ മുജാഹിദ് പോലും പറയാൻ മടിക്കുന്നത് തബ്ലീഗുകാരൻ പറയുന്നുണ്ട്. നാം എന്തുകൊണ്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല? അവർക്കെന്താ കുഴപ്പം ഉസ്താദേ? അല്ലെങ്കിൽ അവർക്കെന്താ പ്രശ്നം? അവർ നല്ല കാര്യം മാത്രല്ലേ പറയുന്നുള്ളൂ. എൻ്റെ തൊട്ടരികിൽ ഒരു തബ്ലീഗുകാരനുണ്ട്. ആ തബ്ലീഗുകാരൻ എന്തോ ഒരു വശ്യമായ പെരുമാറ്റമാണ്. ഏത് നിലക്കാണ് ഞങ്ങളോട് സമീപിക്കല്? ഉസ്താദ് ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓടിയെത്തും. പക്ഷേ ആ ഓടിയെത്തുന്നതിന്റെ പിന്നിൽ ഒരു ദുഷ്ടലാക്കുണ്ട്. അതെന്താ? അവൻ വിശ്വസിക്കുന്ന വഹാബീസത്തിലേക്ക് ജനങ്ങളെ ഈ പ്രവർത്തനത്തിന്റെ പിന്നാലെ എത്തിക്കുക എന്ന ഒരു ദുഷ്ടലക്ഷ്യത്തോടു കൂടെയാണ് അവൻ വരുന്നത്. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കേണ്ടതുണ്ട്. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? മുബ്തദി ആണെങ്കിൽ അവനെ സന്ദർശിക്കാൻ പോകേണ്ടതില്ല. ഐബ് മറച്ചു വെക്കാനാണല്ലോ പറഞ്ഞത്. അയൽവാസിയുടെ ഐബ് മറച്ചു വെക്കാനാണല്ലോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്തിൽ വല്ല ഐബും കണ്ടാൽ ആ ഐബ് പറയാൻ പാടില്ല, അത് മറച്ചു വെക്കണം. എപ്പോ? മുബ്തദി അല്ലെങ്കിൽ. ആ സ്ഥാനത്ത് ഒരു മയ്യത്ത് വെളുത്ത മനുഷ്യനായിരുന്നു. അവന്റെ ശരീരമാകെ വികൃതമായിട്ടുണ്ട്. മരിച്ചപ്പോ കുളിപ്പിച്ചപ്പോഴാണ് അത് ബോധ്യപ്പെടുന്നത്. കുളിപ്പിച്ച ആളുകളാണ് കാണുന്നത്. എന്തൊക്കെയോ അവന്റെ ഏക ഏർപ്പാട് ഔലിയാക്കളെ തെറി പറയലാണ്, അമ്പിയാക്കളെ തെറി പറയലായിരുന്നു, ആലിമീങ്ങളെ നിസ്സാരമാക്കലായിരുന്നു, സാദാത്തുക്കളെ തെറി പറയലായിരുന്നു. ദീനീ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന മഹാന്മാരായ സാദാത്തുക്കൾ, ഇൽമിന്റെയും ദീനിന്റെയും ഖാദിമീങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാരെ തെറി പറയലാണ് അവന്റെ മുഖ്യ ഏർപ്പാട്. മരിച്ചപ്പോൾ അവന്റെ ശരീരം വികൃതമായി കിടക്കുന്നുണ്ട്. എങ്കിൽ കുളിപ്പിക്കുന്ന ആളുകളാണത് കണ്ടതെങ്കിൽ അവനൊരു മുബ്തദിയാണോ? എങ്കിൽ അത് പരസ്യപ്പെടുത്തണമെന്നാണ് ഫുഖഹാ പറയുന്നത്. ഒരു അയൽവാസിയുടെ ഐബ് മറച്ചു വെക്കണമെന്ന് പറയുന്നത് അവൻ മുബ്തദി അല്ല എങ്കിലാണ്. ഒരു രോഗിയെ സന്ദർശിക്കണമെന്ന് പറഞ്ഞത് അവൻ മുബ്തദി അല്ല എങ്കിലാണ്. അതേ, ഈ കടമകളൊക്കെ നിർവഹിക്കേണ്ടത് അവൻ മുജാഹിദുകാരനല്ല എങ്കിലാണ്. ഇതൊരു നിസ്സാരമായി കാണാൻ പാടില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിൽ മുബ്തദികളോട് വളരെ കർക്കശ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കണ്ടാൽ സലാം പറയണമെന്ന് പറഞ്ഞിടത്ത് മുബ്തദീനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. രോഗസന്ദർശന വിഷയത്തിൽ മുബ്തദീനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ വെറുക്കപ്പെട്ടവനെ സന്ദർശിക്കാൻ കഴിയുക? എങ്ങനെയാണ് സലാം പറയാൻ കഴിയുക? എന്താണ് ഈ സലാം എന്ന് പറയുന്നത്? അസ്സലാമു അലൈക്കും എന്നത് അവന്റെ രക്ഷയ്ക്ക് വേണ്ടി, അവന്റെ രക്ഷ എന്ന് പറയുമ്പോൾ അവന്റെ ആഫിയത്തിന് വേണ്ടി, അവന്റെ ആരോഗ്യത്തിന് വേണ്ടി, അവന്റെ ദീർഘായുസ്സിന് വേണ്ടി, അവന്റെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി എല്ലാം ഈ രക്ഷയുടെ ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനത്തെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുകയല്ലേ. ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? എല്ലാ ആഫത്ത് മുസീബത്തിൽ നിന്നും അള്ളാഹു നിങ്ങളെ കാക്കട്ടെ, നിങ്ങൾക്ക് അള്ളാഹു നല്ല ആരോഗ്യം തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ, അള്ളാഹു സാമ്പത്തിക വർധനവ് തരട്ടെ, പുരോഗതി തരട്ടെ, ഖൈറായ വഴിയിലൂടെ തരട്ടെ. എല്ലാം ഈ വാക്കിന്റെ പരിധിയിൽ പെടുകയാണ്.
സഹോദരിമാരെ, ഇതൊരു നല്ല പ്രാർത്ഥനയാണ്. ഒരു മുജാഹിദുകാരന് ആഫിയത്ത് കൊടുക്കാൻ നീ ദുആ ചെയ്യുന്നുവെങ്കിൽ, അവന് സാമ്പത്തിക പുരോഗതി കൊടുക്കാനുള്ള ദുആ നടത്തുന്നുവെങ്കിൽ, ഇവന്റെ സമ്പത്ത് മുത്തുനബിയെ ചീത്ത പറയാനല്ലേ ഉപയോഗിക്കുന്നത്? അവന്റെ ആഫിയത്ത് കൊണ്ട് ആലിമീങ്ങളെ തെറി പറയാനല്ലേ ഉപയോഗിക്കുന്നത്? ദീനിൽ നിന്ന് ജനങ്ങളെ അടർത്തിയെടുക്കാനല്ലേ ഉപയോഗിക്കുന്നത്? ദീനീ വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ ബിദ്അത്തിന്റെ വിശ്വാസത്തിലേക്ക്, മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത തിരുനബിയുടെയും ഖുർആനിന്റെയും പിൻബലമില്ലാത്ത പുത്തൻ സംസ്കാരങ്ങളിലേക്ക് ജനങ്ങളെ എത്തിക്കുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രാർത്ഥന അവന്റെ തെറ്റിന് നിങ്ങൾ കൂട്ടുനിന്ന് കൊടുക്കലായിരിക്കും. അതുകൊണ്ട് തന്നെ മുബ്തദിഇനെ കണ്ടാൽ സലാം പറയാൻ പാടില്ല, അവനോട് സ്നേഹത്തോടെ വർത്തിക്കാൻ പാടില്ല. മുത്തുനബിയുടെ ശരീരം ചീഞ്ഞു നാറിപ്പോകുമെന്നാണ് പ്രസംഗിക്കുന്നത്. ഇത് പ്രസംഗിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഞാൻ ചോദിക്കട്ടെ സഹോദരിമാരെ, അല്ല നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം അത് ദ്രവിച്ചു പോകില്ല. ഇല്ല, അമ്പിയാക്കളെ ശരീരം മണ്ണിന്റെ ഭൂമിയുടെ മേൽ ഹറാമാക്കിയിട്ടുണ്ട്. അമ്പിയാക്കളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ലോകം മുഴുക്കയും പടക്കാൻ കാരണക്കാരനായ, അമ്പിയാക്കളുടെ നേതാവായ, എല്ലാത്തിന്റെയും കാരണമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തെ മറമാടിയത്, അവിടത്തെ ശരീരം ഭൂമുഖത്ത് വെച്ചാൽ മറമാടാതിരുന്നാൽ ജീർണിച്ചു പോകുമോ എന്നതിന്റെ പേരിലാണ്. ജീർണിക്കാത്ത ശരീരമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ മറമാടേണ്ടുന്ന ആവശ്യമില്ലായിരുന്നല്ലോ. ജമാഅത്തെ ഇസ്ലാമി എഴുതിയതാണ് ഇപ്പൊ ഈ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി എഴുതിയതാണ് പറഞ്ഞത്. ജീർണിക്കുന്നില്ല എങ്കിൽ പിന്നെ മറമാടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ജീർണിച്ചു പോകും. ഞാൻ ചോദിക്കട്ടെ, വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുത്താൽ തന്നെ, ജീർണിച്ചു പോകുമെന്ന് സമ്മതിച്ചാൽ തന്നെ, ഇത് സമൂഹത്തിന്റെ മുന്നിൽ പ്രസംഗിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇത് ജനങ്ങളുടെ മുന്നിൽ പ്രസംഗിച്ച് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് എന്താണ് അതുകൊണ്ട് കിട്ടുന്ന നേട്ടം? പറയട്ടെ, ഒരു നേട്ടവും ഇല്ല. പിന്നെന്തിനാണ് ഇത് പ്രസംഗിക്കുന്നത്? മുഹമ്മദ് നബിയുടെ വിരോധികളാണ് അവർ, ദീനിന്റെ വിരോധികളാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരനായാലും മുജാഹിദുകാരനായാലും ഒരു വിഷയത്തിലും രണ്ട് വിഷയത്തിലും അല്ല, ധാരാളം വിഷയങ്ങളിൽ ഇസ്ലാമിക വിശ്വാസവുമായി അവർ പിറകോട്ട് പോയവരാണ്. ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് അകന്നവരാണവർ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അയൽവാസികൾ ഞാൻ ഈ പറഞ്ഞ വല്ല കുഴപ്പവുമുള്ളവരാണെങ്കിൽ അവരോട് ഈ മര്യാദയൊന്നും പാലിച്ചോളണമെന്നില്ല. അവരോട് സലാം പറയേണ്ടതില്ല, അവരെ സന്ദർശിക്കേണ്ടതില്ല, അവർ മരിച്ചാൽ നിസ്കരിക്കേണ്ടതില്ല. ഇങ്ങനെയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചത്, അവിടുന്ന് വ്യക്തമാക്കിയത്.